നമസ്കാരം. ടാരോട്ട് കാർഡുകൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താ? ഭാവി പ്രവചനം അല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ ടാരോട്ടിനെ കാണാൻ പോകുന്നത് അങ്ങനെയല്ല. മറിച്ച് നമ്മളെ തന്നെ മനസ്സിലാക്കാനും നമ്മുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാനും സഹായിക്കുന്ന ഒരു കണ്ണാടിയായിട്ടാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ മാറ്റിവെക്കാം. ഈ കാർഡുകൾ നമ്മുടെ വിധി എന്താണെന്ന് മുൻകൂട്ടി പറയുന്നില്ല. സത്യം പറഞ്ഞാൽ അവ നമ്മുടെ ഉള്ളിലേക്ക് പിടിക്കുന്ന ഒരു കണ്ണാടി പോലെയാണ്. നമ്മുടെ വളർച്ചയ്ക്കും സന്തോഷത്തിനും വിജയത്തിനുമുള്ള സാധ്യതകളെയാണ് അത് നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ എന്താണ് ഈ ടാരോട്ട്? ശരിക്കും പറഞ്ഞാൽ ഇതൊരു 78 കാർഡുകളുള്ളൊരു സെറ്റാണ്. ഓരോ കാർഡും മനുഷ്യന്റെ ഓരോ അനുഭവങ്ങളെയും വികാരങ്ങളെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ പേടിപ്പെടുത്തുന്ന ഒരു പ്രവചന രീതിയായി കാണുന്നതിന് പകരം മനുഷ്യന്റെ അനുഭവങ്ങളുടെ ഒരു ഭൂപടമായി കാണുന്നതാണ് ശരിക്കും നല്ലത്. ഈ ടാരോട്ട് ഡെക്കിനെ നമുക്ക് പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാം. അതിലാദ്യത്തെ ഭാഗമാണ് മേജർ അർക്കാന. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളെക്കുറിച്ചാണ് ഈ വിഭാഗം സംസാരിക്കുന്നത്. ഈ മേജർ അർക്കാനയിൽ 22 കാർഡുകളാണുള്ളത്. ഓരോന്നും ജീവിതത്തിലെ വലിയ പാഠങ്ങളെയും വഴിത്തിരിവുകളെയുമാണ് കാണിക്കുന്നത്. ഇവയെല്ലാം ഓരോ ആധിരൂപങ്ങളാണ്. അതായത് ലോകത്തെവിടെ പോയാലും എല്ലാവർക്കും മനസ്സിലാവുന്ന ചില കോമൺ ഐഡിയകളിലെ സ്നേഹം, ധൈര്യം, മാറ്റം. അതുപോലെ ഒരു റീഡിങ്ങിൽ ഈ കാർഡുകളൊക്കെ വരുമ്പോൾ അതിനർത്ഥം നിങ്ങൾ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്നാണ്. അപ്പോൾ ഈ 22 കാർഡുകളും ഓർക്കാനൊരു എളുപ്പവഴിയുണ്ട് കേട്ടോ. വിഡ്ഢിയുടെ യാത്ര എന്നൊരു കഥയിലൂടെ നമുക്കിവയെല്ലാം മനസ്സിലാക്കാം. ഇത് ഓരോ കാർഡിനെയും ഓർക്കാൻ മാത്രമല്ല, അവ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കും. ഈ കഥ തുടങ്ങുന്നത് 0 നമ്പറുള്ള വിഡ്ഢി എന്ന കാർഡിൽ നിന്നാണ്. പേരുകേട്ട് പേടിക്കണ്ട, ഇവിടത്തെ വിഡ്ഢി ഒരു മണ്ടനല്ല, മറിച്ച് എല്ലാം പുതുതായി തുടങ്ങാൻ ധൈര്യമുള്ള നിഷ്കളങ്കനായ ഒരാളാണ്. അയാൾ ഒരു പുതിയ യാത്ര തുടങ്ങാൻ തയ്യാറാണ്. പിന്നീട് വരുന്ന മാന്ത്രികൻ എന്ന കാർഡ് കാണിക്കുന്നത് ആ യാത്രയ്ക്ക് വേണ്ട കഴിവുകളെല്ലാം ഉണ്ട് എന്നാണ്. ശക്തി എന്ന കാർഡ് കാണിക്കുമ്പോൾ അയാൾ ഉള്ളിലെ വെല്ലുവിളികളെ ധൈര്യമായി നേരിടുന്നു. അവസാനം ലോകം എന്ന കാർഡിലെത്തുമ്പോൾ ആ യാത്ര വിജയകരമായി പൂർത്തിയാക്കുന്നു. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെയെല്ലാം ജീവിതയാത്രയുടെ ഒരു ചെറിയ പതിപ്പല്ലേ? പലർക്കുമുള്ളൊരു സംശയമാണ്, കാർഡുകൾ തലതിരിഞ്ഞു വന്നാൽ അത് മോശമാണോ എന്ന്. അങ്ങനെയല്ല. ഉദാഹരണത്തിന് വിഡ്ഢി കാർഡ് നേരെ വരുമ്പോൾ അത് പറയും, ധൈര്യമായി മുന്നോട്ടു പോകൂ, പുതിയ തുടക്കങ്ങളെ സ്വീകരിക്കൂ എന്ന്. അതേസമയം തലതിരിഞ്ഞു വന്നാലോ, അത് പറയുന്നത് ഒന്ന് നിക്ക്, എടുത്തു ചാടുന്നതിനു മുമ്പ് നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ് എന്നാണ്. കണ്ടില്ലേ? അതൊരു നെഗറ്റീവ് കാര്യമല്ല, മറിച്ച് നമ്മുടെ കാഴ്ചപ്പാടിൽ വരുന്നൊരു ചെറിയ മാറ്റം മാത്രമാണ്. ഓക്കെ, അപ്പം മേജർ അർക്കാന നമ്മുടെ ജീവിതത്തിലെ വലിയ ചിത്രത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അടുത്ത ഭാഗമായ മൈനർ അർക്കാനയോ അത് നമ്മുടെ ഡെയിലി ലൈഫിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, നമ്മുടെ ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച്. നമുക്ക് നോക്കാം. ഈ വിഭാഗത്തിൽ 56 കാർഡുകളുണ്ട്. നമ്മുടെ ജോലി, നമ്മുടെ റിലേഷൻഷിപ്സ്, പൈസയുടെ കാര്യങ്ങൾ, നമ്മൾ നേരിടുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ വളരെ പ്രാക്ടിക്കലായ ഉപദേശം തരുന്ന കാർഡുകളാണിവ. ജീവിതത്തിലെ ആ വലിയ യാത്രയിലെ ഓരോ ചെറിയ ചുവടുകളെയും മനസ്സിലാക്കാൻ ഇവ നമ്മളെ സഹായിക്കും. ഈ 56 കാർഡുകളെ 4 സ്യൂട്ടുകളായി തിരിച്ചിട്ടുണ്ട്. കപ്പുകൾ അത് നമ്മുടെ ഫീലിംഗ്സ്, സ്നേഹം, ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചാണ് പറയുന്നത്. പെന്റക്കിൾസ് നമ്മുടെ ജോലി, പണം, വീട് അങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു. വാളുകളോ അത് നമ്മുടെ ചിന്തകളെയും വെല്ലുവിളികളെയും കുറിക്കുന്നു. അവസാനമായി വടികൾ നമ്മുടെ എനർജി, ക്രിയേറ്റിവിറ്റി, പാഷൻ. ഇത് ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് ഓരോ സ്യൂട്ടിലെയും 1-ാം നമ്പർ കാർഡ്, അതായത് ഏസ് നോക്കാം. ഏസ് ഓഫ് കപ്സ് വന്നാൽ ഒരു പുതിയ പ്രണയമോ അല്ലെങ്കിൽ നല്ലൊരു സൗഹൃദമോ ജീവിതത്തിലേക്ക് വരാം. ഏസ് ഓഫ് പെന്റക്കിൾസ് ആണെങ്കിലോ ഒരു പുതിയ ജോലി അല്ലെങ്കിൽ പണം വരാനുള്ള വഴിയാകാം. ഏസ് ഓഫ് സ്വോർഡ്സ് ഒരു പുതിയ ഐഡിയ കിട്ടുന്നതിനെയും ഏസ് ഓഫ് വാൻസ് ഒരു പുതിയ ഹോബി തുടങ്ങാനുള്ള ഊർജ്ജത്തെയും കാണിക്കുന്നു. കണ്ടില്ലേ, നമ്മുടെ ഡെയിലി ലൈഫിൽ എത്രത്തോളം പ്രയോജനപ്രദമാണിത്? അപ്പോൾ നമ്മൾ മേജർ അർക്കാനയും കണ്ടു, മൈനർ അർക്കാനയും കണ്ടു. ജീവിതത്തിലെ വലിയ യാത്രയും ദൈനംദിന കാര്യങ്ങളും, ഇവ രണ്ടും ചേരുമ്പോഴാണ് ടാരോട്ടിന്റെ ചിത്രം പൂർത്തിയാകുന്നത്. ഇനി ഇതെല്ലാം എങ്ങനെ നമ്മുടെ സ്വന്തം കഥയുമായി, നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിക്കാമെന്ന് നോക്കാം. ഈ 78 കാർഡുകളും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. വലിയ പാത കാണിച്ചു തരുന്ന മേജർ അർക്കാനയും ആ പാതയിലെ ഓരോ ചുവടും പറഞ്ഞു തരുന്ന മൈനർ അർക്കാനയും എല്ലാം കൂടി ചേരുമ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് ഗൈഡ് കിട്ടും. ഓരോ കാർഡും സ്വയം മനസ്സിലാക്കാനും വളരാനുമുള്ള ഓരോ പുതിയ അവസരമാണ് നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്: ടാരോട്ട് നിങ്ങളുടെ ഭാവി ഇതാണെന്ന് ഉറപ്പിച്ചു പറയുകയല്ല ചെയ്യുന്നത്. പകരം നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ലൊരു ഭാവി എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണിച്ചു തരികയാണ്.
ഓരോ കാർഡും നിങ്ങളോടുള്ളൊരു ക്ഷണമാണ്, നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിഞ്ഞ് ശരിയായ പാത തിരഞ്ഞെടുക്കാനുള്ള ഒരു ക്ഷണം. അപ്പോ ടാരോട്ടിനെക്കുറിച്ചുള്ള ഈ യാത്ര ഇവിടെ തീരുന്നില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനും പഠിക്കാനുമുണ്ട്. പോകുന്നതിനു മുൻപ് നിങ്ങളോടൊരു ചോദ്യം. നമ്മൾ ആദ്യം സംസാരിച്ച ആ വിഡ്ഢിയെ ഓർമ്മയില്ലേ? ഒരു പുതിയ യാത്ര തുടങ്ങാൻ തയ്യാറായ ആൾ. അതുപോലെ നിങ്ങളുടെ ഉള്ളിലെ ആ വിഡ്ഢി ഏത് പുതിയൊരു തുടക്കത്തിനാണ് തയ്യാറെടുക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പുതിയ അധ്യായമാണ് തുടങ്ങാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ.